7th ക്ലാസ് പേജ് നമ്പർ 96. ബീജഗണിതത്തിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയോടും 0 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും. അതായത് ഏത് സംഖ്യയോടും ഒരു നമ്പർ എടുത്ത് നോക്കുക, 2. 2ൻ്റെ കൂടെ 0 കൂട്ടിയാൽ 2 ആണ്. അത് നമ്മൾ ബീജഗണിതത്തിലേക്ക് എഴുതുമ്പോൾ 2ന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. എക്സ് പ്ലസ് 0, അതായത് 2ൻ്റെ കൂടെ 0 കൂട്ടിയാൽ 2, 2. അപ്പോൾ എക്സ് പ്ലസ് 0 സമം എക്സ് തന്നെ ആയിരിക്കും. ഇതാണ് ബീജഗണിത രൂപം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയിൽ നിന്നും 0 കുറച്ചാൽ അതേ സംഖ്യ കിട്ടും. അതായത് ഏത് സംഖ്യയിൽ നിന്നും, അതായത് 2ൽ നിന്ന് 0 കുറച്ച് എന്താ ഉത്തരം? 2 ആണ്. അപ്പം 2ന് എക്സ് കൊടുക്കുന്നു. എക്സ് മൈനസ് 0, എക്സിന്ന് 0 കുറച്ചാൽ എക്സ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയിൽ നിന്നും അതേ സംഖ്യ കുറച്ചാൽ 0 ആയിരിക്കും? 2 മൈനസ് 2 0. ബീജഗണിതത്തിൽ എഴുതിയാൽ എക്സ് മൈനസ് 2, സോറി എക്സ് മൈനസ് എക്സ്, 2 മൈനസ് 2 0. അപ്പോൾ എക്സ് മൈനസ് എക്സ് 0. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയെയും 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആകും. 2 ഗുണിക്കണം 0 0 ആണ്. അപ്പോൾ എക്സ് 2ന് എക്സ് ഇൻറ്റു 0 സമം 0. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയെയും അതുകൊണ്ട് തന്നെ ഹരിച്ചാൽ 1 കിട്ടും. അതായത് 2 ഹരിക്കണം 2 എത്രയാണ്? 1 ആണ്. അപ്പോൾ എക്സ് ഹരിക്കണം എക്സ് 1. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയോടും അതിൻ്റെ 2 മടങ്ങ് കൂട്ടിയാൽ 3 മടങ്ങാകും. അതായത് ഏത് സംഖ്യയോടും അതിൻ്റെ 2 മടങ്ങ്, 2 എന്നെടുത്താൽ അതിൻ്റെ 2 മടങ്ങ് എത്രയാണ്? 4 ആണ്. ഏത് സംഖ്യയോടും അതിൻ്റെ 2 മടങ്ങ്, അതായത് 2ൻ്റെ കൂടെ അതിൻ്റെ 2 മടങ്ങ് 4 കൂട്ടിയാൽ 3 മടങ്ങാകും എന്നാണ് പറയുന്നത്. 2ഉം 4ഉം 6 ആണ്. ഇത് 2ൻ്റെ 3 മടങ്ങല്ലേ? 2 ഗുണിക്കണം 3 ആണ് 6. അപ്പോൾ ഏത് സംഖ്യയോടും അതിൻ്റെ 2 മടങ്ങ് കൂട്ടിയാൽ 3 മടങ്ങാകും. അത് നമ്മൾ ചരങ്ങൾ ഉപയോഗിച്ച് എഴുതുകയാണ്. 2ന് എക്സ് കൊടുക്കുന്നത്. ഏത് സംഖ്യയോടും അതിൻ്റെ 2 മടങ്ങ് എക്സ്, അതിൻ്റെ 2 മടങ്ങ്, 2ൻ്റെ എക്സ് പ്ലസ് അതിൻ്റെ 2 മടങ്ങ് 2x, എക്സ് പ്ലസ് 2x സമം 3x. അപ്പോൾ ഇതിന് നമ്മൾ വാല്യൂ കൊടുക്കുന്ന 2 പ്ലസ് 2 ഇൻറ്റു 2 സമം 3 ഇൻറ്റു 2 ആണോ നോക്കാം. 2ഉം 2 4 സമം 3 6, 2ഉം 4ഉം 6, 6ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയുടെയും 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചാൽ സംഖ്യ തന്നെ കിട്ടും. ഒരു സംഖ്യ എടുക്കുക 2. ഏത് സംഖ്യയുടെയും 3 മടങ്ങിൽ നിന്ന്, ഇതിൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം 3 മടങ്ങ് 6 ആണ്. ആ 3 മടങ്ങിൽ നിന്ന് 2 മടങ്ങ് കുറച്ചാൽ, 2ൻ്റെ 2 മടങ്ങ് എത്രയാണ്? 2 ഇൻറ്റു 2 4 ആണ്.
അപ്പം 3 മടങ്ങിൽ നിന്ന് 2 മടങ്ങ് കുറച്ചാൽ, അതായത് 4 കുറച്ചാൽ സംഖ്യ തന്നെ കിട്ടും. കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ചരങ്ങൾ ഉപയോഗിച്ച് എഴുതാണ്. ഏത് സംഖ്യയുടെയും സംഖ്യ എക്സ് എന്നെടുക്കുക. 3 മടങ്ങിൽ നിന്ന്, അപ്പം 3x മൈനസ് 2 മടങ്ങ് കുറച്ചാൽ 2x സമം ഏതാണ്? എക്സ് കിട്ടും. ഇതാണ് ബീജഗണിത വാചകത്തിൽ എഴുതിയാൽ കിട്ടുക. അപ്പോൾ ഇതിന് നമ്മൾ എക്സിന് 2 എന്ന വാല്യൂ കൊടുത്താൽ 2 × 3 6, 2 × 2 4, 6 മൈനസ് 2 എന്ന് പറയുന്നത് 6 മൈനസ് 4 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതു സംഖ്യയോടും മറ്റൊരു സംഖ്യ കൂട്ടി, അതായത് 2 എടുക്കാം, 2ൻ്റെ കൂടെ മറ്റൊരു സംഖ്യ കൂട്ടി 3 കൂട്ടാം. കൂട്ടിയ സംഖ്യ കുറച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടും. കൂട്ടിയ സംഖ്യ 3 ആണല്ലോ. മൈനസ് 3 കുറച്ചാൽ 2 കിട്ടും. അതാണ്, അതായത് 2 + 3 5, 5 ന്ന് 3 കുറച്ചാൽ 2. ഇത് ബീജഗണിതം ഉപയോഗിച്ച് എഴുതണം. അതായത് സംഖ്യക്ക് എക്സ്, 2ന് എക്സ് കൊടുക്കാം. എക്സ് പ്ലസ് മറ്റൊരു സംഖ്യ കൂട്ടിയാൽ, മറ്റൊരു സംഖ്യക്ക് നമ്മൾ എന്ത് y കൊടുക്കാം. എക്സ് പ്ലസ് വൈ. കൂട്ടിയ സംഖ്യ കുറക്കുക, അതായത് മൈനസ് y. എക്സ് 2 പ്ലസ് 3 എന്നുള്ള y മൈനസ് y. ഏത് കിട്ടണം? ഇത് കിട്ടണം, എക്സ് കിട്ടണം. അപ്പം എക്സും വൈയും കൂട്ടി, അതായത് 2ഉം 3ഉം കൂട്ടി അതിൽ നിന്ന് y കുറച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമുക്ക് കിട്ടുക. വൈയിൽ നിന്ന് y കുറച്ചാൽ 0, എക്സ് പ്ലസ് 0 എക്സ്.